കഴിഞ്ഞ ദിവസമാണ് കുണ്ടറയിലെ ഒരു കല്യാണത്തിനെത്തിയ സമയത്ത് ഇത്തരത്തിൽ തീ തുപ്പുന്ന ഒരു കാർ ശ്രദ്ധയിൽപ്പെടുകയും സാമൂഹ്യ മാധ്യമങ്ങളുടെ ആ ദൃശ്യങ്ങൾ പ്രചരിക്കുകയും ചെയ്തത്. തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് വിശദമായ പരിശോധന നടത്തുകയും ഒടുവിൽ അത് ആരുടേതാണ് ആ കാർ എന്നുള്ള കാര്യം കണ്ടെത്തിയിരിക്കുകയാണ്. കാറ് ഹാജരാക്കണമെന്നൊരു നിർദ്ദേശവും നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് RTO ആയിട്ടുള്ള ദിലുസാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പരിശോധനയൊക്കെ നടത്തുകയും ചെയ്തത്. അദ്ദേഹം തന്നെ ചേരുകയാണ്. കുണ്ടറയിൽ വെച്ച് നടന്ന ഒരു സംഭവമാണ്. ആളുകളെയൊക്കെ ഒന്ന് പേടിപ്പിച്ചു. അവസാനം അയാളെ കണ്ടെത്തി. അയാളിലേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ അയാളുടെ വീട്ടിലൊക്കെ രാവിലെ പോയിരുന്നു. അപ്പോൾ അവർ വാഹനം സറണ്ടർ ചെയ്യാമെന്ന് അവരുടെ മാതാവൊക്കെ ഏറ്റിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം കുറ്റം സമ്മതിച്ചു. അദ്ദേഹത്തിന് ഫോണിലൂടെ ഹിയറിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നു. കൂടാതെ RC വാഹനത്തിൻ്റെ RC ബുക്ക് വളരെ അപകടം ഉണ്ടാക്കുന്നതല്ലേ ഇത്തരത്തിൽ? തീർച്ചയായിട്ടും അതൊരു ഭൂഷണമല്ല. സാധാരണക്കാരും പാവങ്ങളും ഒക്കെ യാത്ര ചെയ്യുന്ന, ഒരുപോലെ യാത്ര ചെയ്യുന്ന നിരപരാധികളായിട്ടുള്ള ആൾക്കാർ യാത്ര ചെയ്യുന്ന, അവരുടെ ദേഹത്തേക്ക് തീ പോലെ അപകടകരമായിട്ടുള്ളൊരു സാധനം ചീറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ പറ്റുന്നൊരു സാഹചര്യമല്ല. എന്ത് മാനസികാവസ്ഥ അതിനുള്ളത്? അതിന് വിടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അദ്ദേഹം സറണ്ടർ ആയിട്ടുണ്ട്. അദ്ദേഹം കുറ്റം സമ്മതിച്ചു. ഇതൊരു പ്രത്യേകതരം കിറ്റ്, അത് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു കിറ്റാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് പുറത്തേക്ക് ചീറ്റിക്കുന്നത്. അത് പുറത്തേക്ക് വിടുന്ന എമിഷൻ, അതിൻ്റെ അപകട സാധ്യത, ആൾക്കാരെ കണ്ടു ഭയക്കുന്നു, മോശം സന്ദേശം ജനങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്നു. ഇതൊന്നും ഭൂഷണമല്ല. കർശന നടപടിയായിട്ട് MID ഉണ്ടാവും. എന്തായാലും ഇയാൾക്കെതിരെ എനിക്കൊന്ന് മറ്റും കുറേ ചലാൻസ് ഇതിലുണ്ട്. പുള്ളി ഒരു ഓൾട്രേഷൻ്റെ ഒരാളാണ്. വീല് മാറുക, ടയർ മാറുക എന്നൊക്കെ പറയുന്ന ഒരാളാണ്. അത് ഈ ഒരു ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ ഒരു രീതിയാണ്. പക്ഷേ ഇത് അപകടകരം. ഇത് ചെറിയൊരു ഓൾട്രേഷനായിട്ട് ഇതിനെ കൂട്ടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നത്. ഇനി എത്ര നാളത്തേക്കാണോ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത് അത്രയും കാലവും വണ്ടി വീട്ടിനകത്ത് തന്നെ ഇട്ടിരിക്കണം. ഈ ഒരു നടപടി സമൂഹത്തിന് കൂടെ ഒരു മാതൃകയാകേണ്ടത്. തീർച്ചയായിട്ടും അപകടകരമായിട്ട് ഉള്ള ഒരു പരിപാടികളും അനുവദിക്കുന്നതല്ല. ഇത് തീ ചീറ്റുക എന്ന് പറഞ്ഞാൽ സർക്കസിലൊക്കെ പോയി കാണിക്കട്ടെ. പൊതു റോഡിലും പൊതു സ്ഥലത്തും അത് തീർച്ചയായിട്ടും അനുവദിക്കത്തില്ല. ഞങ്ങൾ ഉടനടി സത്വര നടപടി ഉണ്ടാവും. താങ്ക് യു. എന്തായാലും പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാൻ്റേതാണ് വാഹനം. അടുത്ത ദിവസം തന്നെ ഹാജരാക്കണമെന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹാജരാക്കിയില്ലെങ്കിൽ വാഹനം പിടിച്ചെടുക്കാനുള്ള നടപടിയിലേക്ക് കടക്കും. അതുമാത്രവുമല്ല, ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ആ വാഹനത്തിൻ്റെ RC ബുക്ക് റദ്ദ് ചെയ്യുക എന്നുള്ള നടപടിയിലേക്കാണ് നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് കടന്നിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.